പാലോലം ബീച്ചിലാണുള്ളത്. ഭയങ്കര ഡാർക്കാ തോന്നുന്നു അല്ലേ? ഇപ്പം ശരിയായില്ലേ? സോ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇതുവരെയും വന്നിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാണാൻ ഒരുപാട് ഷാക്കുകളൊക്കെ ഉണ്ട്. രസമുള്ള ബീച്ചാണ്. എനിക്ക് നിങ്ങളോട് ഒരു വലിയ താങ്ക്സ് പറയാണ്ട്, ഞാനിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 13,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ മലയാളം ചാനൽ തുടങ്ങിയിട്ട് 6 മാസമേ ആവണുള്ളൂ. അതുമാത്രമല്ല, ഞാനൊരു 40 വീഡിയോസ് ഇതിനകം അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ 13,000 സബ്സ്ക്രൈബേഴ്സും ഇത്രയധികം വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ എണ്ണ കാച്ചുന്ന വീഡിയോ ഇല്ലേ, അതിന് 1 മില്യൺ വ്യൂസ് കഴിഞ്ഞു. ഈ അടുത്തിട്ട ഒരു വീഡിയോയ്ക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഏകദേശം 70,000 വ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാണ്ട്. എനിക്കറിയാം വീഡിയോസിന് ഒരുപാട് കുറവുകളുണ്ട്, ലൈറ്റിങ് വലിയ പ്രോബ്ലം ആണെന്ന് അറിയാം. എന്നിട്ട് പോലും കണ്ട ആൾക്കാർ ശ്രദ്ധിക്കണേ. ഇതാണ് പ്രശ്നം. ഈ പബ്ലിക്കായിട്ട് ഇരുന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് സ്റ്റെയർ ചെയ്യും. എന്ത് ഈ ക്യാമറ നോക്കി സംസാരിക്കണേ വെച്ചിട്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ പലരും ഗിവ് അവേ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഗിവ് അവേ ചെയ്യാൻ നിവർത്തിയില്ല. ഞാൻ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയത്തിനുള്ളിലാണ് ഈ ഒരു പട്ടി വരുന്നത്. ഞാൻ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയത്തിനുള്ളിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യണത്. എനിക്കിങ്ങനെ ഗിവ് അവേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ച് ആലോചിച്ച് എന്താ വേണ്ടതെന്നൊക്കെ നോക്കി അതിന് വേണ്ട സാധനങ്ങൾ മേടിച്ചിട്ട് പിന്നെ നമ്മൾ ഈക്വലി എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാരണം എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഗിവ് അവേ ചെയ്യാത്തത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഗിവ് അവേ ചെയ്യാം. 100% എൻ്റെ ഫുൾ ഓണസ്റ്റിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നാക്കിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വിവേകും ഇമ്മക്കുട്ടിയും കൂടെ തിമിർത്ത് കളിക്കുകയാണ്. എനിക്ക് ഇവിടെ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഷാക്ക് നല്ല ഭക്ഷണം കഴിക്കണം. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ കാണാണ്ടോ, ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാനാണ് പ്ലാൻ. നമ്മൾ പാലോലം ബീച്ചിൽ നിന്ന് വന്നിട്ട് പിന്നെ സംസാരിച്ചില്ലല്ലോ. ഞാൻ ആദ്യം വിചാരിച്ച ഈ ബീച്ചിൽ എന്താ ഇത്ര പ്രത്യേകത, എന്താ ആൾക്കാർ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ന്. വെള്ളത്തിൽ കളിച്ചപ്പോഴാണ് പറഞ്ഞത്. അത് പറയാൻ പറഞ്ഞു കേട്ടോ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങണില്ല എന്നല്ല പറഞ്ഞത്. അതിനുശേഷം ഞാൻ പിന്നെ ഇറങ്ങി വെള്ളത്തിൽ കളിച്ചപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര സോഫ്റ്റായിട്ട് ആ തിരകൾ വരിക. ബും ബും പറഞ്ഞിട്ട് വരില്ല. സാധാരണ തിരകൾ ഭയങ്കര സ്പീഡിൽ വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീഴാൻ പോകും. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് വരിക. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇരിക്കുകയാണെങ്കിൽ തിരകളിങ്ങനെ വന്നിട്ട് നമ്മുടെ മേലിൽ കൂടെ തട്ടിങ്ങനെ പോകും. പതുക്കെ നല്ല രസമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഡിന്നർ പോവാണ് പുറത്ത്. എൻ്റെ അനിയനും അനിയൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ പുറത്തുനിന്നാണ് കഴിക്കാൻ പോണേ. എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ബൈ. Happy birthday. Hey, mau di clappy ya. കഴിഞ്ഞു. Clap ചെയ്യടാ.